ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൺസേൺ ചെയ്യുന്നത് എ ഐ വന്നു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ജോലി അപ്പാടെ തെറിക്കൂന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഏൺ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ പറഞ്ഞു നമുക്ക് ഫ്രീലാൻസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പൈസ ഏൺ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അത് പറയുമ്പോൾ സെയിം ടൈം ആൾക്കാർ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഓഹോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ കോടികൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത്. അത് പോസിബിൾ ആണ്, അതൊരു തെറ്റിദ്ധാരണയാണെന്ന് അറിയാം. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ളൊരു ഒരു സംഭവം നമ്മൾ ഇവിടെ എല്ലായിടത്തും സ്പ്രെഡ് ആയി നടക്കുന്നുണ്ട്, ഒരു സാധനം ഉണ്ട്. അപ്പോൾ അത് സത്യമാണ്, ഭയങ്കര കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള കൺസേൺസ് സ്റ്റുഡൻസിനുണ്ട്. ഈ ഉപകാരം ഉണ്ടോ എന്നുള്ളത് അതിനൊക്കെ എന്താ തോന്നുന്നു? ഒരു സെന്റൻസ് ഉണ്ട്, AI ഒരിക്കലും ഓട്ടോ പൈലറ്റ് ആയിട്ട് യൂസ് ചെയ്യരുത്, അതൊരു കോ പൈലറ്റ് ആണ്. അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും ചെറിയൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ ബിസിനസ്സിനെ ഓൺലൈനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരെങ്കിലും അതിലേക്ക് തന്നെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എവിടെയാണ് അവിടെ യുണീക്ക് ആവാൻ പറ്റുന്നത്? കാരണം എല്ലാവരും ഓൺലൈനിലുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് തുടക്കക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താ? പ്രോപ്പറായിട്ട് പഠിച്ച് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്തിട്ട് വേണം. ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 2026 കടക്കാറായി. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു കൺസേൺ എന്ന് പറയുന്നത് എത്രത്തോളം ഇന്ത്യൻ മാർക്കറ്റിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരു എക്സിസ്റ്റന്റ് ഉണ്ടായിരിക്കും 2026 എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 2026 ആകുമ്പോഴത്തേക്കും ഏകദേശം 10 കോടിയോളാണ് ഡിജിറ്റൽ അഡ്വർടൈസിങ് മാർക്കറ്റിംഗിൽ ഈ ഒരു ഇൻക്രീസ് വരുന്നത്. അതായത് 2025 വെച്ച് നോക്കുമ്പം 25 തൊട്ട് 30% വരെ വർധനവാണ്. അപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി എന്തോരം ആൾക്കാർ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ പൈസ ചെലവാക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ളതും. സോ അത്രയും തന്നെ സാധ്യതകളുമാണ് അവിടെ ആൾക്കാർക്ക് വരുന്നത്. ഗ്രാഫ് എന്തായാലും മുകളിലേക്ക് തന്നെ. എക്സാക്ട്ലി, കാരണം മാർക്കറ്റിംഗ് ഒരിക്കലും നിൽക്കുന്നില്ല. ആ ടെക്നോളജീസ് മാറുന്നതിനനുസരിച്ച് നമ്മൾ പല കാര്യങ്ങളും മാറ്റം വരുത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അപ്ഡേറ്റ്സ്, അതായത് ഇപ്പോൾ AI എല്ലായിടത്തും AI ആണ്. അതുപോലെ മെറ്റാവേഴ്സ് വരുന്നുണ്ട്. ലൈക്ക് അതിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കൂടുതലായിട്ടും ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് വരുമ്പോൾ ആളുകൾക്ക് ലൈക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പുതിയ ജോബ് റോളുകൾ ഉണ്ടാവും. പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ ജോബ് റോളുകൾ ഉണ്ടാവുകയാണ് ചെയ്യുക, അതോ അല്ല ഇനിയിപ്പോൾ ഉള്ള ജോബ് റോൾ പോവുകയാണ് ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട്. അഫ്കോഴ്സ് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പണ്ടത്തെന്ന് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ. ഇപ്പം തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി AI അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. അപ്പൊ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ പറയണ്ടേ AI യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാനായിട്ട് അറിയണം എന്നുള്ളത്. സോ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റോളിൽ തന്നെ ചിലപ്പം AI കറക്റ്റായിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ അറിയുന്ന എഞ്ചിനീയേഴ്സിനെ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ മെറ്റാവേഴ്സ് ആണെങ്കിൽ കൂടി അവിടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ VR-ഉം AR-ഉം മാർക്കറ്റിംഗ് സ്ക്രിപ്റ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ഒരാൾ വേണം. അപ്പം അതും ഭാവിയിൽ കൂടുതലായിട്ട് ആൾക്കാർ ആവശ്യമുണ്ടാവും. പിന്നെ ഡേറ്റ അനലൈസ് ചെയ്യുക. അപ്പോൾ ഡേറ്റ അനലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മളിപ്പോൾ തന്നെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതിന് കുറച്ചും കൂടി ആ ഡേറ്റ വെച്ചിട്ട് എങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് സെറ്റ് ചെയ്യാം, എങ്ങനെ അത് ആൾക്കാരിലേക്ക് ആ ഒരു പ്രോഡക്റ്റിന് ആ ഒരു ബിസിനസ്സിന് എത്തിക്കാൻ വേണ്ടി പറ്റും, അങ്ങനെ ഒരു ഡേറ്റ സ്റ്റോറി ടെല്ലർ റോളും അങ്ങനത്തെ ഒരുപാട് പുതിയ റോളുകൾ വരാനുള്ള ചാൻസസ് ഡൗട്ട് വേണ്ട. ജോബ് റോൾസ് കൂടുതലുള്ളൂ ഉറപ്പായിട്ടും. ലൈക്ക് നമുക്ക് അറിയണം, നമ്മൾ ഈ ടെക്നോളജീസ് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മളും മാറണം, അത്രേ ഉള്ളൂ. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറേ ഫീൽഡുകളുണ്ട്. SEO ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഇപ്പോൾ പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്ന ഇയേഴ്സിൽ ഏതിലായിരിക്കും കൂടുതൽ സ്കോപ്പ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഏത് ഒരു ജോബ് റോൾ അല്ലെങ്കിൽ ചെയ്യുന്നതിനായിരിക്കും കൂടുതൽ നമുക്ക് റിസൾട്ട് ഉണ്ടായിരിക്കുക? ഇപ്പോ ജോർജിന് ആമസോൺ അറിയാം അല്ലെ, അല്ലെങ്കിൽ മിന്ത്ര, ഫ്ലിപ്കാർട്ട് ഇതൊക്കെ അറിയാം. ജോർജ് ജസ്റ്റ് പോയിട്ട് ഗൂഗിളിൽ കയറിയിട്ട് ബൈ ഷൂസ് ഓൺലൈൻ അടിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇതൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ടാവും. പക്ഷെ ജോർജിന് 2 രീതിയിലുള്ള റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. ഓർഗാനിക്കും കാണാം, അതേപോലെ തന്നെ പെയ്ഡ് ആഡ്സും കാണാം, സ്പോൺസേർഡും കാണാം, നോർമൽ ആയിട്ടുള്ള വെബ്സൈറ്റും കാണാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ആൻഡ് എന്തുകൊണ്ടാണ് ഇത്രയും അറിയുന്ന ഒരു വെബ്സൈറ്റ് ആണ് ബ്രാൻഡ് ആയിട്ട് പോലും അവർ ഈ സ്പോൺസർഡ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഡിമാൻഡ് ഉള്ള ഒരു സ്കിൽ സെറ്റ് ആയിട്ടാണ് വരുന്നത്. ക്വിക്ക് ആയിട്ട് റിസൾട്ട്സ് ഉണ്ടാക്കാം, ക്വിക്ക് ആയിട്ട് മെഷറബിൾ റിസൾട്ട്സ് കൊണ്ടുവരാ എന്നുള്ളതാണ്. സോ ഈ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജിൽ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഏത് തന്നെ ബ്രാൻഡ്സ് ആയിക്കോട്ടെ അവർക്ക് ക്വിക്ക് ആയിട്ട് റിസൾട്ട്സ് കൊണ്ടുവരണം, ആൾക്കാരുടെ മൈൻഡിൽ തിങ്ങി നിൽക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് നിർബന്ധമാണ്. പക്ഷെ അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ വരുംതോറും പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത്. അപ്ഡേറ്റ്സ് കാര്യങ്ങളും കൂടുതലായിട്ട് നമ്മൾ അറിയണം. ഹൈ ഡിമാൻഡ് ആയിട്ടുള്ളതായിരിക്കും. പെർഫോമൻസ് മാർക്കറ്റിംഗിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ അനലിസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്ന് പറയുമ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഒരു കരിയർ ആയിട്ട് നല്ലൊരു കരിയർ ആയിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ഏർണിംഗ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇതിൽ ഏതായിരിക്കും ബെറ്റർ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്?
രണ്ടും ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഒരു തുടക്കക്കാർക്ക് ഞാൻ പറയില്ല ഭയങ്കര ഹൈ പേയിങ് ജോബാണ് എന്നൊന്നും ഞാൻ പറയില്ല. മേ ബി ചിലപ്പം 10K 5K 15K ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ ആൾക്ക് കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഫ്രീലാൻസിങ് ത്രൂ ആണ്. അപ്പൊ അതായത് അയാൾക്ക് അയാളുടെ കയ്യിൽ ഒരു സ്കില്ല് ഉണ്ടെങ്കിൽ അതിൽ അയാൾ കോൺഫിഡന്റ് ആണെങ്കിൽ അയാൾക്ക് പുറമേ നിന്ന് വർക്ക്സ് എടുക്കാം. അപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മേ ബി 10-15 ആണെങ്കിലും ഫ്രീലാൻസിങ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഇരട്ടി പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ രണ്ട് കാര്യം അവരുടെ കയ്യിൽ തന്നെ നിൽക്കല്ലേ. സോ അപ്പൊ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഏറ്റവും കൂടുതൽ ഹൈ പേയിങ് കുറച്ചും കൂടി നല്ലതാണ്. രണ്ടും ബാലൻസ് ചെയ്യാം. പിന്നീട് നിങ്ങൾ മൊത്തത്തിലൊരു ഫ്രീലാൻസിങ് എടുക്കുവാണെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്താണ് സ്കില്ല് നേടാ, കോൺഫിഡന്റ് ആവാ. അതാണ് ഇപ്പൊ നമ്മള് ഏൺ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ പറഞ്ഞു നമുക്ക് ഫ്രീലാൻസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പൈസ ഏൺ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അത് പറയുമ്പോൾ സെയിം ടൈം ആൾക്കാർ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ കോടികൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത്. അത് പോസിബിൾ ആണ്? അതൊരു തെറ്റിദ്ധാരണയാണെന്ന് അറിയാം. ആ തെറ്റിദ്ധാരണയെ പറ്റി എന്താണ് തോന്നുന്നത്? കോടികൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊരു തെറ്റിദ്ധാരണയായിട്ട് ഞാൻ പറയില്ല. പക്ഷെ അത് എത്ര സമയത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ പറ്റും. പക്ഷെ അതിന് നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണം. നിങ്ങൾക്ക് മര്യാദയ്ക്ക് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അറിയണം, ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം, ആൾക്കാരെ മനസ്സിലാക്കണം. സോ അതിന്റെ ബാക്കിൽ ഒരുപാട് ഹാർഡ് വർക്ക്, ഒരുപാട് പേഷ്യൻസും ഉണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടാവും. എന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതല്ല. അപ്പം ഇതറിയാണ്ട് ഒരു 3 മാസം ട്രൈ ചെയ്തിട്ട് 4ാമത്തെ മാസം ഡ്രോപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ 4ാമത്തെ മാസം ആയിരിക്കാം മേ ബി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഇപ്പോ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ളൊരു ഒരു സംഭവം നമ്മൾ ഇവിടെ എല്ലായിടത്തും സ്പ്രെഡ് ആയി നടക്കുന്നുണ്ട്. ഒരു സാധനം ഉണ്ട്. അപ്പൊ അത് സത്യമാണോ? ഭയങ്കര കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റേതായ രീതിയിലുള്ള കൺസേൺസ് സ്റ്റുഡൻസിനും ഉണ്ട്. ഇനി ഉപകാരം ഉണ്ടോ എന്നുള്ളത് അതിനൊക്കെ എന്താ തോന്നുന്നത്? ഇപ്പോ ഒരു സാധനത്തിന് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ എപ്പോഴാണ് വരുന്നത്? ഡിമാൻഡ് കൂടും, ഉറപ്പായിട്ട് ഡിമാൻഡ് എളുപ്പമല്ല അല്ലെ. സോ ആ ഡിമാൻഡ് ഒരിക്കലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രൂഫാണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ആ ഒരു സ്കില്ല് അക്വയർ ചെയ്തിട്ട് നമ്മൾ കോൺഫിഡന്റ് ആവുന്നോ അത്രയും തന്നെ ആ ഒരു ഡിമാൻഡ് നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ആ ഡിമാൻഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്, ശരിയാ. ടൈപ്പ് റൈറ്റിംഗ് കോഴ്സ് പോലെ കോഴ്സസ് കൊടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ പൈസക്ക് വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ എത്രത്തോളം ആ സ്കില്ല് അക്വയർ ചെയ്തിട്ട് എനിക്ക് ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ, എനിക്ക് അത്രയും തന്നെ ആ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാനുള്ള ചാൻസസും കൂടുതലാണ്. സോ ഡിമാൻഡ് കൂടുതലനുസരിച്ചിട്ട് നിങ്ങൾക്കും ആ ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കും. ബേസിക്കലി യെസ്, ആ സ്കില്ല് മാക്സിമം യൂസ് ചെയ്യുക, അതിൽ മാക്സിമം നമ്മൾ കോൺഫിഡന്റ് ആവുക എന്നുള്ളതാണ്. കോമ്പറ്റീഷനൊക്കെ അത് അങ്ങനെ പോയിക്കോളും. പക്ഷെ കോമ്പറ്റീഷനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഉറപ്പായിട്ട് ആ സ്കില്ല് നമ്മൾക്ക് ഉണ്ടെങ്കിൽ. നമ്മൾ സേഫ് ആയിരിക്കും ഉറപ്പായിട്ട്. നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, റിസർച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇപ്പൊ ഈ കോമ്പറ്റീഷന്റെ കേസ് പറയുന്ന പോലെ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൺസേൺ ചെയ്യുന്നത് AI വന്നു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ജോലി അപ്പാടെ തെറിക്കൂന്ന് വെച്ച് കഴിഞ്ഞാല് AI അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് തെറിക്കും. AI പഠിക്കണം. നമ്മളൊരു ലൈക്ക് ഒരു സെന്റൻസ് ഉണ്ട്, AI ഒരിക്കലും ഓട്ടോ പൈലറ്റ് ആയിട്ട് യൂസ് ചെയ്യരുത്, അതൊരു കോ പൈലറ്റ് ആണ്. അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ യൂസ് ചെയ്യാം. ഇപ്പൊ മുമ്പ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ChatGPTയുടെ എടുത്ത് അതേ സെയിം സാധനം ഒരു ന്യൂസ് പേപ്പർ കൊണ്ടുപോയിട്ടത് അല്ലെ. അപ്പൊ അതെന്താണ്, നമ്മൾക്ക് ബ്രെയിൻ തന്നത് നമ്മളത് യൂസ് ചെയ്യണം. നമ്മള് ഇപ്പം ChatGPT ആണെങ്കിലും AI ടൂൾസ് യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അത് നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ പഠിക്കുന്നോ നിങ്ങളുടെ കരിയറിലെ സ്കോപ്പ് അത്രയും തന്നെ കൂടുതൽ വരുത്താണ് ചെയ്യുന്നത്. ഓട്ടോ പൈലറ്റ് അല്ല, കൊണ്ട് നിങ്ങൾ സഞ്ചരിക്കും. യെസ് എക്സാക്ട്ലി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കരിയർ ഗ്രോത്തും ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഗ്രോത്തും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ബിക്കോസ് അത് നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ മോൾഡ് ചെയ്തെടുക്കാൻ ഈസി ആക്കും, വർക്ക് കാര്യങ്ങൾ ഈസി ആക്കും, ഒരുപാട് സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യത്തിന് യൂസ് ചെയ്യാം. അപ്പൊ അവിടെ എപ്പോഴും അതൊരു വില്ലനല്ല, വില്ലൻ ആവുന്നത് നിങ്ങളത് അതിനൊന്ന് പരിഗണിക്കാണ്ടിരിക്കുമ്പോൾ വില്ലനാവും. സോ 2026 ശേഷം അല്ലെങ്കിൽ 2026 എത്തുമ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് വേണ്ട ഒരു അത്യാവശ്യം സ്കിൽ എന്താണ്?
അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഓക്കെ, ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ഇപ്പൊ നമുക്ക് ഡേറ്റാസ് പല വഴികളിലും നമുക്ക് കിട്ടും. നമ്മളിപ്പം AI ടൂൾസ് ത്രൂ തന്നെ നമുക്ക് ഒരുപാട് ഡേറ്റാസ് കിട്ടും. പക്ഷെ അതിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് ആ പ്രോപ്പറായിട്ട് ഡേറ്റാസ് യൂസ് ചെയ്തിട്ട് ബിസിനസ്സിന് എന്ത് ഡിസിഷൻസ് എടുക്കണം എന്നുള്ളത് ഒരു ഹ്യൂമൻ ബ്രെയിനിന് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ അത് ചെയ്തിട്ട് വേണം നമുക്ക് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവിടെ എന്ത് വർക്ക് ആവും എന്ത് വർക്ക് ആവില്ല എന്ന് മനസ്സിലാവുന്നതും കൂടുതൽ പ്രോഫിറ്റ് കൂടുതൽ റിട്ടേൺ നമ്മൾക്ക് ബിസിനസ്സിന് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കുന്നത്. സോ ആ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും ചെറിയൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ ബിസിനസ്സിനെ ഓൺലൈനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ ഇപ്പൊ വേറെ ആരെങ്കിലും അതിലേക്ക് തന്നെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എവിടെയാണ് അവിടെ യുണീക്ക് ആവാൻ പറ്റുന്നത്? കാരണം എല്ലാവരും ഓൺലൈനിലുണ്ട്, പ്രസൻസ് അവരുടെ ഉണ്ട്. സി, ജോർജിന്റെ സ്റ്റോറി ജോർജിന്റെ സ്വന്തം, എന്റെ സ്റ്റോറി എന്റെ സ്വന്തം. ഈ സ്റ്റോറീസ് ആർക്കും കോപ്പി അടിക്കാനായിട്ട് പറ്റില്ല. പ്രോഡക്ട്സും ബിസിനസ് ഐഡിയാസ് ഒക്കെ എല്ലാവർക്കും വേണമെങ്കിൽ കോപ്പി അടിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ യുണീക്ക് സ്റ്റൈല് റോ ആയിട്ട് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവിടെ ആ ഒരു യുണീക്നെസ് കൊണ്ടുവരാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. ലൈക്ക് നിങ്ങളുടെ വാല്യൂ പ്രൊപ്പോസിഷൻ എന്താണ് എന്നുള്ളതാണ്. അല്ലാണ്ട് ഈ പറഞ്ഞതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കുന്നു, അതിൽ കണ്ടന്റുകൾ ഇടുന്നു, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതിൽ യുണീക്നെസ് കൊണ്ടുവരണമെങ്കിൽ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ട്രസ്റ്റ് ഉണ്ടാക്കാനും ഒരു ഒരു ഒത്തന്റിസിറ്റി ഉണ്ടാക്കാനും സഹായിക്കും. ആൻഡ് അത് ത്രൂ നിങ്ങളുടെ പ്രോഡക്റ്റിന് നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾ സ്കെയിൽ ചെയ്യുക സെല് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ബേസിക്കലി യുവർ സ്റ്റോറി ഇസ് യുവർ യുണീക് വാല്യൂ പ്രൊപ്പോസിഷൻ. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ആ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വ്യൂസ് ഉണ്ട്. അതെന്തുകൊണ്ട് അവരവരുടെ രീതിയിൽ അവിടെ യൂണീക്ക് ആവുന്നതുകൊണ്ടാണ് യൂണീക്ക് ആവുന്നത്. അതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് വെച്ച് നമുക്ക് അവരെ അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്കും ഓഡിയൻസ് ഉണ്ടായിരിക്കും. സോ ഈ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് തുടക്കക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താ? കാര്യം അറിയാണ്ടും ആൾക്കാരെ അറിയാണ്ടും പ്ലാറ്റ്ഫോംസ് ചൂസ് ചെയ്യാം. ഇതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ഓഡിയൻസ് എവിടെയാണ് കൂടുതൽ പോകുന്നതെന്ന് അറിയാണ്ട് നമ്മൾ ചുമ്മാ വെറുതെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യും. അത് വലിയ മിസ്റ്റേക്ക് ആണ്. അത് വർക്ക് ആവില്ല. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റ് പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാരണം ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്താണ്, പൈസ കൊടുത്തിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു തോട്ടിലാണ് ആൾക്കാർ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഓഡിയൻസിന് അറിയില്ല, നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം അറിയില്ല, നിങ്ങൾക്ക് അൽഗോരിതം അറിയില്ല. ഇതൊന്നും അറിയാണ്ട് വെറുതെ നിങ്ങൾ അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താ, അത് ആർക്കാ ആവശ്യം, അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഏത് പ്ലാറ്റ്ഫോംസാ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിച്ച് ചെയ്യണം. പ്രോപ്പറായിട്ട് പഠിച്ച് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്തിട്ട് വേണം. ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി.